പ്രിയരെ നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വശീകരണം എന്നത് തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്ന ഷഡ്കർമ്മങ്ങളിൽ ഒന്നാണ്. തന്ത്രശാസ്ത്രത്തിൽ ഷഡ്കർമ്മങ്ങൾ എന്ന പേരിൽ 6 പ്രധാന താന്ത്രിക കർമ്മങ്ങൾ പരാമർശിക്കപ്പെടുന്നു. 1 സമ്മോഹനം, 2 വശീകരണം, 3 സ്തംഭനം, 4 വിദ്വേഷം, 5 ഉച്ചാടനം, 6 മാരണം. ചിലയിടങ്ങളിൽ സമ്മോഹനത്തിൻ്റെ സ്ഥാനത്ത് ശാന്തി കർമ്മമെന്ന് പറയുന്നുണ്ട്. രണ്ടും വ്യത്യസ്തമായ കർമ്മങ്ങളാണ്. ആദ്യം ഷഡ്കർമ്മങ്ങൾ എന്താണെന്ന് ചുരുക്കത്തിലൽപ്പം പറയാം. ആദ്യം സമ്മോഹനം എന്താണെന്ന് നോക്കാം. താന്ത്രികവും പുരാണവുമായ ചില ഗ്രന്ഥങ്ങളിൽ സമ്മോഹനം എന്നത് എതിരാളിയുടെ മനസ്സിനെ കുഴപ്പിക്കുകയോ യുദ്ധത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന ഒരു ആശയമായി പരാമർശിക്കപ്പെടുന്നു. ചില ഇതിഹാസങ്ങളിൽ സമ്മോഹനാസ്ത്രം എന്ന പേരിൽ ശത്രുസേനയെ താൽക്കാലികമായി അമ്പരപ്പിക്കുന്ന ഒരു ദിവ്യാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആധുനിക ഹിപ്നോട്ടിസം ഈ സമ്മോഹനവും ഒന്നല്ല. അടുത്തത് സ്തംഭനം. ഒരു പ്രവൃത്തിയെയോ പ്രതികൂല ശക്തിയെയോ തടയുക അല്ലെങ്കിൽ നിശ്ചലമാക്കുക എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ചില പാരമ്പര്യങ്ങളിൽ വിമർശിക്കപ്പെടുന്നു. അടുത്തത് വിദ്വേഷണം. 2 വ്യക്തികൾക്കിടയിൽ അകൽച്ചയോ വൈരാഗ്യമോ ഉണ്ടാക്കുക എന്ന ആശയവുമായി ചില താന്ത്രിക കർമ്മങ്ങളിൽ പരാമർശിക്കുന്നു. അടുത്തത് മാരണം. ഏറ്റവും ഗുരുതരവും വിവാദപരവുമായ കർമ്മമായി ചില താന്ത്രിക പാരമ്പര്യങ്ങളിൽ പരാമർശിക്കുന്നു. ഇത് ദോഷകരമായ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതിനാൽ ധാർമ്മികവും ആത്മീയവുമായ പല ഗുരുപാരമ്പര്യങ്ങളും ഇത്തരം പ്രയോഗങ്ങളെ ശക്തമായി നിരുത്സാഹപ്പെടുത്തുന്നു. അടുത്തത് ഉച്ചാടനം. ഒരു വ്യക്തിയെയോ പ്രതികൂല സ്വാധീനത്തെയോ ഒരു സ്ഥലത്ത് നിന്ന് അകറ്റുക എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി വിവരിക്കപ്പെടുന്നു. ഇനി ശാന്തി കർമ്മത്തെ കൂടി പറയാം. ദുഃഖങ്ങൾ, രോഗങ്ങൾ, ഗ്രഹദോഷങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവ ശമിപ്പിക്കാനുള്ള കർമ്മമായി വിവരിക്കപ്പെടുന്നു. ഇനി ഈ അധ്യായത്തിലെ വിഷയത്തിലേക്ക് വരാം. വശീകരണം എന്ന വാക്ക് കേൾക്കാത്തവരായി വളരെ കുറവായിരിക്കും. ഒരാളെ പ്രണയത്തിലാക്കാൻ, ശത്രുവിനെ സുഹൃത്താക്കാൻ, ആരെയും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടത്താൻ വശീകരണം ഉപയോഗിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തന്ത്രശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ഈ വീഡിയോയുടെ ഉദ്ദേശം തന്ത്രശാസ്ത്രത്തിൽ കാണുന്ന ആശയങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ ദോഷകരമായ പ്രവൃത്തികൾ ചെയ്യുവാനോ പ്രേരിപ്പിക്കുകയല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ വശീകരണം എന്നത് എന്താണ്? വശീകരണം എന്ന സംസ്കൃത പദം വശം എന്ന വാക്കിൽ നിന്ന് ആണ് വന്നത്. അതിൻ്റെ പൊതുവായ അർത്ഥം അനുകൂലമാക്കുക, ആകർഷിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കുക എന്നതാണ്. തന്ത്രപരമായ ചില പാരമ്പര്യങ്ങളിൽ വശീകരണം ഷഡ്കർമ്മങ്ങളിൽ ഒന്നാണെന്ന് പരാമർശിക്കപ്പെടുന്നു. എന്നാൽ എല്ലാ തന്ത്രഗ്രന്ഥങ്ങളും ഒരേ രീതിയിൽ ഇതിനെ വിവരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വിവിധ പ്രശസ്ത താന്ത്രിക ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാം. ജീവിതത്തിൽ എല്ലാവർക്കും ചില ആഗ്രഹങ്ങളുണ്ട്. പ്രണയം വിജയിക്കണം, കുടുംബത്തിൽ സമാധാനം വേണം, ജോലി സ്ഥലത്ത് അംഗീകാരം ലഭിക്കണം, ശത്രുക്കൾ പ്രശ്നമുണ്ടാക്കരുത്. ഇത്തരം ആഗ്രഹമുള്ളപ്പോൾ വശീകരണം എന്ന പേരിൽ പല അവകാശവാദങ്ങളും ആളുകളെ ആകർഷിക്കപ്പെടാറുണ്ട്. എന്നാൽ അതിശയകരമായ വാഗ്ദാനങ്ങളും 100% ഉറപ്പ് പോലെയുള്ള പ്രചാരങ്ങളെയും വിവേകത്തോടെ സമീപിക്കേണ്ടതാണ്. പല ആത്മീയ പാരമ്പര്യങ്ങളിലും പറയുന്ന യഥാർത്ഥ ശക്തി ആദ്യം സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ്. കോപം, അസൂയ, ഭയം, അത്യാഗ്രഹം എന്നിവ നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് സമൂഹത്തിലും കുടുംബത്തിലും സ്വാഭാവികമായ സ്വാധീനം ഉണ്ടാകും. ഈ പറഞ്ഞത് സത്യമല്ലേ? ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ സ്വയം വശീകരണം എന്നതാണ് ഏറ്റവും ഉയർന്ന സാധന എന്ന് പല ഗുരുക്കന്മാരും പറയുന്നു. ഒരു വ്യക്തിക്ക് നല്ല സംസാരം, വിനയം, സത്യസന്ധത, ആത്മവിശ്വാസം, കരുണ,
എന്നിവ ഉണ്ടെങ്കിൽ ആളുകൾ സ്വാഭാവികമായി അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഇത് ഒരു മന്ത്രവാദമല്ല, നല്ല സ്വഭാവവും പെരുമാറ്റവുമാണ്. ദീർഘകാലം നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം ഗുണങ്ങളിലൂടെയാണ്, അല്ലേ? മറ്റൊരാളുടെ സ്വതന്ത്ര തീരുമാനങ്ങളെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്നത് എല്ലാ ആത്മീയ മാർഗങ്ങളിലും പ്രധാനമാണ്. സ്നേഹം, വിശ്വാസം, ബഹുമാനം എന്നിവ നിർബന്ധിച്ച് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന കാര്യം അറിയാമല്ലോ. അവ പരസ്പരം സമ്മതത്തിലും ആത്മാർത്ഥതയിലുമാണ് വളരുന്നത്. ദൈവഭക്തി, ധ്യാനം, ജപം, പ്രാർത്ഥന, നല്ല പ്രവൃത്തികൾ, സത്യസന്ധമായ ജീവിതം എന്നിവ വ്യക്തിയുടെ മനസ്സിലും ജീവിതത്തിലും പോസിറ്റീവ് മാറ്റങ്ങൾ നൽകുമെന്ന് പല ആത്മീയ പാരമ്പര്യങ്ങളും പഠിപ്പിക്കുന്നു. ഇത്തരം സാധനങ്ങളിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസവും മനഃശാന്തിയും ജീവിതത്തിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായകമാക്കും. വിശ്വസനീയമായ ശാസ്ത്രീയ തെളിവുകളില്ല എങ്കിലും മന്ത്രവും താന്ത്രിക ക്രിയയും ഉപയോഗിച്ച് മറ്റൊരാളുടെ മനസ്സിനെയോ സ്വതന്ത്ര ഇച്ഛയെയോ നിയന്ത്രിക്കുന്ന ഒരു താന്ത്രിക പ്രയോഗമാണ് വശീകരണം. ആളുകൾക്ക് മറ്റുള്ളവരെ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്ന് മനഃശാസ്ത്രം അംഗീകരിക്കുന്നു. എന്നാൽ അത് അത്ഭുത ശക്തിയിലൂടെ അല്ല, മറിച്ച് മനുഷ്യരുടെ പെരുമാറ്റവും ആശയവിനിമയവും മൂലമാണ്. ഉദാഹരണത്തിന് 1. ആത്മവിശ്വാസം. ആത്മവിശ്വാസമുള്ളവരിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടും. അടുത്തത് നല്ല ആശയവിനിമയം. സൗമ്യമായ ഭാഷയും ശ്രദ്ധയോടെ കേൾക്കാനുള്ള കഴിവും വിശ്വാസം വളർത്തും. അടുത്തത് ശരീരഭാഷ. പുഞ്ചിരി, കണ്ണിൽ നോക്കി സംസാരിക്കൽ, മാന്യമായ പെരുമാറ്റം എന്നിവ നല്ല സ്വാധീനം സൃഷ്ടിക്കും. അടുത്തത് പരസ്പര ബഹുമാനവും വിശ്വാസവും. ദീർഘകാല ബന്ധങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. അടുത്തത് സാമൂഹിക മനഃശാസ്ത്രം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിചയം, സമാന താൽപ്പര്യങ്ങൾ, പരസ്പര സഹകരണം എന്നിവയിലൂടെ ആളുകൾ തമ്മിൽ അടുപ്പം വരാറുണ്ടെന്ന് ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയമായി നോക്കുമ്പോൾ വശീകരണം എന്നത് അത്ഭുതപരമായ മനസ്സ് നിയന്ത്രണം എന്നതിലുപരി ഒരു വ്യക്തിയുടെ സ്വഭാവം, ആശയവിനിമയം, പെരുമാറ്റം, വികാരബുദ്ധി എന്നിവയിലൂടെ മറ്റുള്ളവരിൽ നല്ല സ്വാധീനം സൃഷ്ടിക്കുന്ന പ്രക്രിയയായി മനസ്സിലാക്കുന്നതാണ് യുക്തിസഹം. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.